ശ്രീമന്നാരായണീയം ദശകം 28 ലക്ഷ്മി സ്വയംവരവും അമൃത പ്രാദുർഭാവവും. ശ്ലോകം 3. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി. അമലാമവലോക്യ യാം വിലോല സകലോഭിസ്പൃഭയാം ബഭൂവ ലോകാ. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, പാലാഴി കടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് കാമധേനു, ഉച്ചൈസ്രവസ് എന്ന ശ്രേഷ്ഠമായ കുതിര, ഐരാവതം എന്ന ശ്രേഷ്ഠമായ ആന, പാരിജാത വൃക്ഷം, അപ്സരസ്സുകൾ ഇവയൊക്കെ ഉണ്ടായി. ഇവിടെ കാമധേനുവിനെ, സുരഭിയെ ഭഗവാൻ മഹർഷിമാർക്ക് കൊടുത്തു. കുതിരയെയും ആനയെയും കൽപ്പവൃക്ഷത്തെയും അപ്സര സ്ത്രീകളെയുമെല്ലാം ദേവന്മാർക്കും കൊടുത്തു. ഇനി പാൽക്കടലിൽ നിന്ന് ലക്ഷ്മി ദേവി അവതരിക്കുകയാണ്. ഹേ ജഗദീശ, അല്ലയോ ജഗദീശ്വര, ലോകനാഥ. തദാനീം അപ്പോൾ, ഭവത് പരാ നിന്തിരുവടിയിൽ അനുരക്തയും, അതായത് ഭഗവാനോട് അത്യധികം പ്രേമമുള്ള, കമനീയ സുന്ദരിയും ആയ ദേവി, കമല ലക്ഷ്മി ദേവി ബഭൂവ ഉദ്ഭവിച്ചു. ഭഗവാനിലെ അനുരക്തയായ സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീകൃഷ്ണന് അത്യധികം പ്രേമത്തോടുകൂടി ഉള്ളിൽ എപ്പോഴും സ്മരിക്കുന്ന ആ മഹാലക്ഷ്മിയാണ് ഇവിടെ പാലാഴിയിൽ നിന്നും ഉണ്ടായത്. സകല അഭി ലോക, എല്ലാ ജനങ്ങളും, അമലാം ദോഷരഹിതയായ, യാതൊരു കളങ്കവുമില്ലാത്ത പരിശുദ്ധയായ, യാം യാതൊരു ദേവിയെ അവലോക്യ കണ്ടിട്ട്, ആ മഹാലക്ഷ്മിയെ കണ്ടിട്ട്, വിലോല സ്പൃഹയാം ബഭൂവ. വിലോല, ഇവിടെ ഇളകുന്ന ആ മനസ്സോടുകൂടി, എല്ലാവരുടെയും മനസ്സൊന്ന് ഇളകി. സ്പൃഹ താല്പര്യം, ഇവിടെ കൊതി എന്നുള്ള അർത്ഥം കൂടെ പറയുന്നുണ്ട്. വളരെയധികം താല്പര്യത്തോടുകൂടി, ഇളകുന്ന മനസ്സോടുകൂടി നിന്നു എല്ലാവരും. മനസ്സിളകി കൊതി പൂണ്ടു നിന്നു എല്ലാവരും. കളങ്കരഹിതയായ ആ പരിശുദ്ധിയായ ആ സാക്ഷാൽ മഹാലക്ഷ്മിയെ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിനൊരിളക്കം ഉണ്ടായി. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.